തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, കാലമല്ല ജീവിതത്തെ മാറ്റേണ്ടത്. കാലം എല്ലാ മുറിവുകളും മായ്ക്കാറുണ്ട്, പക്ഷേ കാലത്തിന് വിട്ടുകൊടുക്കരുത്. മക്കളോട് വളരെ കർശനത്തോടെ പെരുമാറുന്ന മാതാപിതാക്കൾ പിന്നീട് പേരക്കുട്ടികളോട് മൃദുവാകുന്നു. കാരണം കാലം അവരെ മാറ്റിയിരിക്കുന്നു. പക്ഷേ കാലത്തിലല്ല മാറേണ്ടത്. ക്രിസ്തു ഒരാളുടെ ജീവിതത്തെ മാറ്റണം. ബൈബിളിലെ 2 മാറ്റങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ്. സക്കേവൂസ്, ധൂർത്തപുത്രൻ. ധൂർത്തൻ അയാൾ വീട്ടിൽ നിന്നും ആദ്യത്തെ ചുവട് പുറത്തേക്ക് വെച്ചപ്പോൾ തന്നെ തിരിച്ചു വരാനുള്ള വിളിയുണ്ടായിരുന്നു. പക്ഷേ ആ വിളിയുടെ സ്വരത്തെ അതിജീവിച്ച് നടന്നകലേക്ക് പോയി. ഇടർച്ചകളിൽ പിടിച്ചു നിൽക്കാൻ ഒരുപാട് ശ്രമിച്ചു. ഒടുവിൽ കാലം അയാളെ കൈവിട്ടു. ഏറ്റവും ദയനീയമായ ഒരു ജോലിയിലേക്ക് അയാൾ കടന്നുപോയി. ആ ജീവിതത്തിൽ പോലും പിടിച്ചു നിൽക്കാനാവാത്ത വിധം തകർന്നപ്പോൾ അവിടെ നിന്ന് അയാൾ തിരിച്ചു വന്നു. കാലം അയാളെ കൈവിട്ടു. എന്നാൽ സക്കേവൂസ് അയാൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ക്രിസ്തുവിനെ കാണാൻ അയാൾ ആഗ്രഹിച്ചു, കണ്ടു, ആ വിളി കേട്ടു, അടുക്കലേക്ക് ഇറങ്ങി വന്നു, ഒപ്പം നടന്നു, തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അയാൾ ക്രിസ്തുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു. ഈ മനുഷ്യനെ മാറ്റിയത് കാലമല്ല. അയാൾ ജീവിതത്തെ കാലത്തിന് വിട്ടുകൊടുത്തിട്ടില്ല, ക്രിസ്തുവിന് വിട്ടുകൊടുത്തു. ഒരാൾ എല്ലാം നഷ്ടപ്പെട്ട് ക്രിസ്തുവിലേക്ക് മടങ്ങുന്നു. ഇവിടെ ഇതാ മറ്റൊരാൾ ക്രിസ്തുവിന് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തുന്നു. ജീവിതത്തിലെ മാനസാന്തരം ഇതാണ്. കാലങ്ങൾ നമ്മളെ കൈവിടുന്നതല്ല, മറിച്ച് ക്രിസ്തുവിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നതാണ്. ആ വിളി കേട്ട് വേഗം ചെല്ലുന്നു. ഒരു അതിവേഗ പ്രതികരണം ആവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്തു നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. സ്നേഹപൂർവ്വം.